ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടാ ഉള്ളത് കണ്ണൂരിലേക്ക്. അപ്പൊ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അതായത് എല്ലായിടത്തുള്ള അതായത് തളിപ്പറമ്പ്, പയ്യന്നൂര്, കണ്ണൂർ അങ്ങനെയുള്ള എല്ലായിടത്തുള്ള നമ്മുടെ ശ്രീ ശങ്കരാചാര്യന്റെ വെച്ചിട്ട് ഒരു പൂക്കൾ മത്സരം നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഒരു 9:30 ആകുമ്പോഴാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കണ്ണൂർ എത്തും. സാധാരണ ഞാനാണ് ഫസ്റ്റ് എത്താറുള്ളത്. ബട്ട് ഇന്ന് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുള്ളത്. ഞാനൊരു 10:30 ആകുമ്പോഴാണ് കൈനയിൽ എത്തിയത്. പക്ഷെ ഇന്ന് 10:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോഴേക്കും നീന എത്തിയിട്ടുണ്ടായിരുന്നു, എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു കാൽടെക്സില്. അങ്ങനെ നമ്മൾ നേരെ പോയത് കണ്ണൂരിലെ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാളും പോയിട്ടുണ്ടായിരുന്നത്. പോകുമ്പോഴേക്കും അവിടെ ആണെങ്കിൽ കോക്ടെയിൽ അടിച്ചു വെക്കണത്രേ. അപ്പം പറഞ്ഞു ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ആ കുഴപ്പമില്ല, പ്രശ്നമില്ല, നമ്മ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ നമ്മള് അവിടെ തുടങ്ങിയോ എന്നുള്ളത് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞു ഇല്ല, വരക്കേണ്ട 2 പേര് വരണത്രേ എന്ന് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് അതായത് അവര് വരണത്രയല്ല, അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് കോക്ടെയിൽ ഒക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോഴേക്ക് അവര് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഔട്ട്ലൈന്. പിന്നെ സാറെല്ലാം പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യുന്ന പണിയാണ് അടുത്തതുള്ളത്. അപ്പം നമ്മൾ അവിടെ വന്നപാടായതുകൊണ്ട് ബാഗൊക്കെ ഉള്ളിലൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് പൂ കട്ട് ചെയ്യാൻ വേണ്ടിക്ക് ഇരിക്കുക ചെയ്തത്. അപ്പം നമ്മളങ്ങനെ എനക്ക് ഓറഞ്ച് കളർ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ഇവൾക്ക് മഞ്ഞ കളർ ചെണ്ടുമല്ലിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിന്റെ കട്ട് ചെയ്യുന്ന സമയത്ത് കാരണം നമ്മള് ചെറുങ്ങനെ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ അത് ലെവലായി. കാരണം പൂക്കൾ ഇടുന്ന സമയത്ത് ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാലല്ലേ ഭംഗി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്, പൊടി പൊടിയായിട്ട്. അങ്ങനെ നമ്മള് പൂക്കളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു പുഴു പൂവിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇതാ ഏന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടേക്ക് ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു മൂപ്പർ വേഗം ഫാസ്റ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെല്ലാരും അതായത് ഓരോ ആളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പൂ കട്ട് ചെയ്യാൻ വേണ്ടിക്ക്. അങ്ങനെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മ ഒന്നും സംസാരിക്കാതെ കട്ട് ചെയ്യുമ്പോ ഒരു ഇതില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മ തമാശകളൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പാട്ടൊക്കെ കേട്ടിട്ടാണ് പൂവൊക്കെ കട്ട് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് കോഫി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എല്ലാവരും അത് കുടിക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട്. അങ്ങനെ പിന്നെ ഒരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ചിയേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് വീഡിയോ എടുക്കുന്നത് വേറൊരാളാണ് കേട്ടോ. അപ്പൊ അവളാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒക്കെ ഷോട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി. കാരണം നമ്മൾ അവിടുന്ന് പൂ കട്ട് ചെയ്യുന്നില്ല, അപ്പൊ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാ ഇവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അങ്ങനെ എടുത്തു തരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉപകാരം. കാരണം നമ്മൾ പൂ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് അപ്പുറം നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ വേണ്ടിക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവളോട് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഓളങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരിക ചെയ്തത്. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു. അതായത് ഞാനും മുന്നേ ഇട്ട വീഡിയോസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക ചെയ്യുന്നത്. പിന്നെന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് മെഹന്തി ഇടലാണ്. അതെല്ലാരും ഇടുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ സ്റ്റുഡന്റും എല്ലാരും കയ്യിൽ മെഹന്തി ഇടലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 2:30 മണി അങ്ങനെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും ആയിട്ട് കഴിച്ചല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. കാരണം അവിടെ പൂക്കളുടെ ആ ഒരു ഔട്ട്ലൈന് വരച്ച് പൂർത്തിയാവുന്നതേ ഉള്ളൂ. ഇപ്പം പൂക്കളിടാൻ വേണ്ടിക്ക് ഇനിയും ലേറ്റ് ആവും എന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇനിയും പിടിച്ചു വെക്കാൻ വേണ്ടിക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് പുലരി റെസ്റ്റോറന്റ്. അപ്പം അവിടുത്തെ ഫുഡ് സൂപ്പർ ആണെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് അവിടുന്ന് തന്നെ ആവട്ടെ ഫുഡ് എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മ അവിടത്തേക്കാ പോയത്. പിന്നെ നമുക്ക് ഫുഡ് തപ്പാനുള്ള ടൈമൊന്നും ഇല്ല, കുറച്ചും കൂടി ദൂരത്തേക്ക് പോകേണ്ടി വരും. നമുക്കിപ്പം വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ പുലരി ആയിരുന്നു. അവിടുത്തെ ഫുഡ് സൂപ്പർ ആണെന്ന് അധികം ആൾക്കാർ പറയുന്ന കേട്ടിട്ടുള്ള പരിചയം കൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. നാളെ പ്രോഗ്രാം ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ഒന്നാമത് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പേ ഫുഡ് പോയ്സൺ അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് സൈഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ആദ്യം സൈഡ് ആവാൻ പറ്റത്തില്ല. കാരണം നാളെ പ്രോഗ്രാം ഉള്ളതല്ലേ. എങ്ങനെയെങ്കിലും അതെങ്കിലും കഴിഞ്ഞോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാന് സാധാ നോർമൽ ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവള് ബിരിയാണി ആയിരുന്നു ട്രൈ ചെയ്തത്. പിന്നെ ഞാൻ അതിന്റെ കൂടെ ഒരു കല്ലുമ്മക്കായ് ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് പോയ്സന് പറ്റിയതാന്ന് ഗ്യാസിനൊക്കെ. ഓൾറെഡി ഗ്യാസ് ഒക്കെ നല്ലോണം കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്ലുമ്മക്കായ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു വാങ്ങിച്ചത്. സൂപ്പർ ആയിരുന്നു ട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ അവര് വരച്ച് ഫിനിഷ് ആയിട്ട് പൂക്കളിടാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അകത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പൂക്കളൊക്കെ ഇനിയിപ്പം പുറത്തേക്ക് എത്തിക്കേണ്ട പണിയാണ് അടുത്തതുള്ളത്. അങ്ങനെ നമ്മള് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത് ഓരോ പൂക്കൾ എടുത്തിട്ട്, അതായത് ഫസ്റ്റ് ആവശ്യമുള്ള പൂക്കൾ ഏതൊക്കെയാണ് അത് ഫസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാരണം അകത്ത് പുറത്ത് നല്ല വെയിലാണല്ലോ, അപ്പം വേഗം പൂക്കളൊക്കെ വാടി പോവാനുള്ള ഇതുണ്ട്, ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ പൂക്കൾ, അതായത് 2 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അടിയിലെ പേപ്പർ പൂക്കൾ തെച്ച് വീണിട്ടുണ്ട്. അപ്പൊ എന്തോ ഭാഗത്തിന് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കട്ട് ചെയ്യാത്ത പൂക്കളായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, വേഗം എടുക്കാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെ സമയം 3 മണിയായിട്ടുണ്ട്. പൂക്കൾ ഇടാൻ വേണ്ടിക്ക് ഇപ്പം സ്റ്റാർട്ടായിട്ടാ ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്താ പറയാ വട്ടത്തിലിരുന്ന് ഓരോ ആളായിട്ട് ഓരോ സൈഡ് പൂക്കളിടാൻ വേണ്ടിക്ക് തുടങ്ങിയിട്ടാ ഉള്ളത്. കാരണം ഇപ്പളേ തുടങ്ങി കഴിഞ്ഞാല് എന്തെങ്കിലും പൂർത്തിയാവുമല്ലോ. അപ്പൊ എല്ലാ പൂക്കളിടാൻ തുടങ്ങിയാലേ നടക്കുമല്ലോ. അങ്ങനെ പിന്നെ പൂവിന്റെ എല്ലാം നടുക്ക് എന്ത് വരണം, എങ്ങനെ ഷെയ്ഡ് വരണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പം വിസ്മയ എന്ന് മുന്നിൽ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവക്കാണ് ഇതിന്റെ ഒരു ചെറിയൊരു പ്ലാൻ, അതായത് എങ്ങനെ വരണം എന്നുള്ളത് അവക്ക് ഏകദേശം ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതുപോലെ ചെയ്യാൻ വേണ്ടിക്കാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. അവളോട് ചോദിക്കുക ഏതാ ഇടണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണ് നമ്മള് പൂവൊക്കെ ഇടുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കാണെങ്കിൽ പൂ ഇടാൻ വേണ്ടിക്ക് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു പേപ്പറിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പൂവിടാൻ വേണ്ടിക്ക് തുടങ്ങി. അതിന്റെ ഇടയിൽ ആദ്യം കൺഫ്യൂഷൻ ആയി, കാരണം ഇതെങ്ങനെ ഷെയ്ഡ് വരാന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ നടുക്കുള്ള വെള്ളയൊക്കെ മാറ്റി പിന്നീട് അവിടെ വേറൊരു ഷെയ്ഡ് വേറൊരു കളർ പൂക്കൾ അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന്റെ ഇടയിൽ സാറ് താമരയ്ക്ക് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു 4:15 ആയപ്പോഴേക്കും പൂക്കളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ ഇതിനി ഫിനിഷ് ആവണമെങ്കിൽ എന്തായാലും ലേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുവരെ നമുക്കിപ്പോ എന്തായാലും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോ ഇനി 1 മണിക്കൂർ 3/4 മണിക്കൂറത്തെ ദൂരമുണ്ട്. എനിക്കും ഉണ്ട്, അതുപോലെ തന്നെ നീലിനക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ വേഗം മിസ്സിനോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവക്കാണെങ്കിൽ നാളത്തെ ഡ്രസ്സിന്റെ, അതായത് ഷാളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് വേഗം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ കയറിയിട്ട് നേരെ ആദ്യം സൂര്യയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഓട്ടോക്കാർ പറഞ്ഞ സൂര്യയിൽ ഭയങ്കര തിരക്കാന്ന്, നിങ്ങൾക്ക് വേഗം പോകണമെന്നുണ്ടെങ്കിൽ സൂര്യയിൽ പോയിട്ട് കാര്യമില്ല, ബില്ലടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആടെ ബില്ലിന് അടിക്കാൻ വേണ്ടി അവിടെ ഫുൾ തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ നമ്മ അടുത്തുള്ള ജിമാളിലേക്കാണ് പോയത്. അവിടെ അണിശ്വരയിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഷാളൊക്കെ നോക്കി അങ്ങനെ ഷാളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് മാച്ച് ആവോ ഇല്ലോന്നൊന്നും അറിയില്ല, അതിനിപ്പം നോക്കിയാലേ അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ ഒരു ബസ് സ്റ്റോപ്പിലല്ല നമ്മൾ നിൽക്കാറുള്ളത്. നമ്മളെ പോലീസ് മൈതാനത്തിന്റെ മുമ്പിലുള്ള ആ ഒരു സ്റ്റോപ്പിലാണ് നിൽക്കാറുള്ളത്. ഇന്ന് നമ്മ AKGന്റെ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മ അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ ഇവള് തലപ്പറമ്പിലേക്കുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വേഗം കേറിക്കോ, ഇനിയിപ്പോ ബസ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് വേഗം കേറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എന്റെ ബസ്സായിരുന്നു വെയിറ്റിംഗ്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷമാണ് പിന്നീട് ബസ് കയറാൻ വേണ്ടി നിന്നത്. അങ്ങനെ ബസ്സൊക്കെ കയറി നേരെ ഇനി വീട്ടിലോട്ടേക്ക് പോയാണ്. ഇന്നത്തെ ഈ കുഞ്ഞു ഓണം സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും
Bye bye.